ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ അപ്പം ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ സ്പെഷ്യൽ അപ്പം എന്നൊന്നും പറയാനല്ല, കണ്ടല്ലോ. ഇത് നമുക്ക് അല്പം വീട്ടുവൈദ്യമാകാം അല്ലേ. ഇപ്പോൾ എല്ലാവരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നൊരു പ്രശ്നമാണല്ലോ ചുമ, ജലദോഷം, തൊണ്ട കിസ് ഒക്കെ. പണ്ടൊക്കെ അതൊക്കെ ഉണ്ടാകുമ്പോൾ വീട്ടിലുള്ളവർ പെട്ടെന്നൊരു ചുക്ക് കാപ്പി വെച്ച് കൊടുക്കും. ചുക്കും ജീരകവും തുളസിയും പിന്നെ പനിക്കൂർക്കയില എല്ലാം കൂടി ഇട്ട് ഒരു ചുക്ക് കാപ്പി വെച്ച് കൊടുക്കും. അത് അല്ലാതെ ഒരു ഡോളോ പോയി വിഴുങ്ങലോ അന്ന് ഡോളോയേ ഇല്ല, പാരസെറ്റമോൾ അങ്ങനെ പനിയുടെ ഗുളികളൊന്നും ആരും കഴിക്കാറില്ല, കൊടുക്കാറുമില്ല കുട്ടികൾക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വളരെ വിശിഷ്ടമായ കാപ്പി ഒരു കഷായമാണ് വയ്ക്കുന്നത്. വളരെ വിശിഷ്ടമായൊരു കഷായമാണ്. നോക്കൂ, വെറ്റില നമ്മുടെ ചെടിയിൽ തന്നെ വലിച്ചുകൊണ്ട് വന്ന വെറ്റില, തുളസി നല്ല ചുവന്ന എന്താ ഔഷധമൂല്യം കൂടുതലുള്ള ഈ തുളസിക്കാണ് കണ്ടോ. തുളസി ഒരു പിടിയുണ്ട് തുളസി. ഇനി പനിക്കൂർക്കയില, ഇതെല്ലാം നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടല്ലോ. പനിക്കൂർക്ക നിറയെ ഉണ്ട്. പനിക്കൂർക്ക, തുളസി, വെറ്റില, പനിക്കൂർക്ക, ഇത്രയും സാധനങ്ങളായല്ലോ. ഇത് ഇടികല്ലിലേക്കാണ് ഞാൻ ഇടുന്നത്. ഇടികല്ലിലേക്ക് ഇതെല്ലാം കൂടി ഇടണം. അപ്പം എന്തൊക്കെയായി? തുളസി, വെറ്റില, പനിക്കൂർക്കയില, ഇനി കരിഞ്ജീരകം ഉണ്ടോ, കുരുമുളക്, കുരുമുളക്, ഇഞ്ചി, ഇതാണ് ഏറ്റവും പോഷകമൂല്യം കൂടിയത്. ഒരു കഷ്ണം പച്ചമഞ്ഞൾ, ഇഞ്ചി ഞാൻ കുറച്ച് അരിഞ്ഞും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ഇടികല്ലിൽ ചതച്ചെടുക്കാം. ഒരുപാട് അരയുണ്ട, ചതഞ്ഞാൽ മതി. മിക്സിയിലിട്ട് പോലും ഇത് ചതക്കരുത്. ഇടികല്ലിൽ തന്നെ ഇട്ട് ചതക്കും. പണ്ട് മിക്സിയോ വല്ലതും ഉണ്ടോ? വെറ്റിലയൊക്കെ ഇതിന് ഉഷാറാണ്, നല്ലതാണ് വെറ്റിലയൊക്കെ. ഒന്ന് ചതഞ്ഞാൽ മതി കേട്ടോ, ഒന്ന് ചതഞ്ഞാൽ മതി. ഇനി ഇതിൻ്റെ അടുത്ത ആളാണ് വെല്ലം പാവാക്കി വെച്ചിരിക്കുക. വെല്ലം അരിയിച്ച് ഉരുക്കി വെച്ചിരിക്കുന്നതാണ്. അരിച്ച് വെല്ലം എടുത്തങ്ങോട്ട് ഇട്ടാലേ അതിനകത്തൊക്കെ മണ്ണൊക്കെ ഉണ്ടോ. വെല്ലം പാവാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയും സാധനങ്ങളാണ്. കുട്ടികൾക്കാണ് കൊടുക്കുന്നെങ്കിൽ ഈ കഷായം ആറിച്ചിട്ട് ഒരു ലേശം തേനൊഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ എടുക്കട്ടെ. വെള്ളം തിളച്ച വെള്ളം തന്നെ ഒഴിക്കാം. ഈ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഒഴിക്കുക. ഒഴിക്കട്ടെ. ഒരു അര ഗ്ലാസ് കൂടെ ആകാം. തിളപ്പിച്ച വെള്ളമാണ്, തിളപ്പിച്ച് ആറിച്ച വെള്ളമാണ്. നമുക്ക് കുടിക്കാൻ വേണ്ടി എടുത്ത വെള്ളം മതി. ഇതെല്ലാം കൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ തീ കത്തിച്ചിട്ട് സ്റ്റവ് കത്തിച്ചിട്ട് നമ്മൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് വാരിയിടാം. എല്ലാം കൂടി ഇതിലേക്ക് വാരിയിട്ടു. എന്തോ ഔഷധ മൂല്യമായതെന്ന് പറയാം. നല്ല ഔഷധ ഗുണമുള്ള ഒരു കഷായമാണിത്. ഇത് തിളച്ച കുറുകി വരട്ടെ.
തിളച്ച് കുറുകി വരട്ടെ കേട്ടോ. കയ്യിനകത്തൊണ്ടിനി എൻ്റെ അമ്മയൊക്കെ ഇതിനകത്ത് കറിവേപ്പിലയും കൊണ്ടിടും. ഞാൻ കറിവേപ്പില ഒഴിവാക്കി. ഇത് മരുന്നൻ്റെ ധാരാളം. അപ്പോൾ അത് നമ്മളെ അരിപ്പൊക്കെ ഇട്ട് വയ്ക്കട്ടെ. നല്ലോണം ഇളക്കി ഇതിലേക്ക് നല്ലോണം കിടന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പം തന്നെ ഇതിൻ്റെ നിറമൊക്കെ വളരെ വിശേഷമാണ്. അതായത് കൈ കഴുകുക. എൻ്റെ അടുക്കളയുടെ നിങ്ങൾ അങ്ങോട്ട് നീ കുറച്ച് പാത്രങ്ങൾ എപ്പോഴും നിങ്ങൾ കാണാറില്ലേ? അതെന്താണെന്നറിയോ? നമ്മളെ സിങ്കാവുക. അപ്പോൾ അത്യാവശ്യമുള്ള എടുക്കുന്ന പാത്രമൊക്കെ അങ്ങോട്ട് മാറ്റി മാറ്റി വയ്ക്കും. രജനി വരുമ്പോൾ അവർക്ക് എടുത്ത് കഴുകാൻ സൗകര്യത്തിന്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇടിയൊക്കെ എടുത്ത് മാറ്റി വയ്ക്കട്ടെ. ഈ വെള്ളം ഇവിടെ കിടന്ന് തിളക്കട്ടെ. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞാണ് ഈ വെല്ലപ്പാവ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. നാട്ടിലൊക്കെ ആണെങ്കിൽ കരിപ്പെട്ടി ചക്കരയാണ്. ഒരു കൂന്തയൊക്കെ ഉള്ള ഒരു വട്ടത്തിൽ അതിൻ്റെ നടുക്കൊരു കൂന്തയും കാണും. അതിന് കൂന്തയെന്നാണ് പറയുക. പൂക്കളിൻ്റെ കൂന്ത, അതുപോലെ കൂന്തയെന്നായി പറയുക. അപ്പോൾ ഈ വെള്ളം ഇവിടെ കണ്ടു തിളക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് അരിച്ചെടുത്ത് ചൂടോടെ കുടിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതവിടെ കണ്ട് തിളക്കട്ടെ കേട്ടോ. പിന്നെ ഇപ്പോഴേ നമ്മളെ നല്ല ലോകം മുഴുവനും കോവിഡിൻ്റെ ആ മഹാമാരിയിൽ മുഴുകി കിടക്കുകയായിരുന്നല്ലോ വർഷങ്ങൾക്ക് മുമ്പ്. അടുത്ത കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പെന്നൊന്നും പറയാനില്ല, പണ്ടൊന്നൊന്നുമല്ല, ഒരു 3-4 കൊല്ലം മുമ്പ്. അത് ഇന്ത്യയോ കേരളത്തിനെയോ ഒന്നുമല്ല, ലോകം മുഴുവൻ കാർന്നു തിന്നു അല്ലേ. ഒരുപാട് പേര്, ഒരുപാട് ജനങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്തു. നമ്മൾ കുറച്ച് പേരെ മാത്രം ഇങ്ങനെ വിട്ടേച്ച് പോയി. പക്ഷേ ഈ വിട്ടേച്ച് പോയിരിക്കുന്ന കുറേ ആൾക്കാർക്ക് എല്ലാ രാജ്യത്തു നിന്നും ഒരുപാട് പേര് പോയി, കുറച്ച് പേരൊക്കെ ഉണ്ട്. ജനസംഖ്യ വളരെ കൂടുതലല്ലേ. ആ കോവിഡിൻ്റെ സമയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ വയ്യ. അങ്ങനത്തെ ഒരു ഭയങ്കര വേദനാജനകമായ അന്തരീക്ഷങ്ങളല്ലേ നമ്മൾ കണ്ടത് മുഴുവനും. അതിലേക്ക് ഏറ്റവും എന്നെ എല്ലാം വേദനപ്പെടുത്തി പ്രത്യേകിച്ച് സുഗതകുമാരി ടീച്ചറിൻ്റെ മരണം. എനിക്കിപ്പോഴും ഒന്ന് ആലോചിക്കുമ്പോൾ വിഷമമാണ്. ഒന്ന് മുഖം ഒന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അങ്ങനെ എത്ര മഹാത്മാക്കൾ നമ്മളെ വിട്ടുപോയി. ഒന്ന് ഇളക്കട്ടെ. ഞാൻ ഇതിലപ്പോൾ എന്തൊക്കെയുണ്ട്? ഇഞ്ചി ചുക്കല്ല കേട്ടോ, ചുക്കിനേക്കാട്ടിൽ എഫക്റ്റീവാണ് ഇഞ്ചി എന്നാണ് ആയുർവേദം പറയുന്നത്. എൻ്റെ സ്റ്റുഡൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 1-2 സ്റ്റുഡൻസ് ഉണ്ട് സത്യത്തിൽ, ആയുർവേദ ഡോക്ടേഴ്സ്. അതിൽ ഒരാളാണ് എനിക്ക് ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവൾ DMO ആയിട്ടൊക്കെ റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളോടുമായിട്ട് സംസാരിക്കും. അവൾ റിട്ടയർ ചെയ്തിരിക്കാൻ സമയമുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് ചുക്കരി, ഇഞ്ചി, വെറ്റില, തുളസി, പനിക്കൂർക്ക, കുരുമുളക്, മഞ്ഞൾ, പച്ചമഞ്ഞൾ നമുക്കിവിടെ ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് പറിച്ച് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി വേണേലും ഇടാം, കാരണം അവിടുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മഞ്ഞൾപ്പൊടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇടികരിൽ വെച്ച് ചതച്ച് ഒരു 1.5 ഗ്ലാസ് വെള്ളം വെച്ച് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നല്ലോണം കുറുകി വരുമ്പോൾ ഈ വെല്ലപ്പാവ്, വെല്ലം ഇട്ട് അതിലൊക്കെ മണ്ണൊക്കെ ഉണ്ടോ, ഞാനതുകൊണ്ട് വെല്ലം ഉരുക്കി അരിച്ചു വെച്ചിരിക്കാം. ഈ വെല്ലപ്പാവ് അങ്ങോട്ട് ഒഴിക്കണം. ഞാൻ ഇത്തിരിയേ ഒഴിക്കൂ, കാരണം എനിക്ക് ഷുഗർ ഒരുപാടല്ലേ. നിങ്ങൾക്കാണെങ്കിൽ നല്ലോണം 2 അച്ച് വെല്ലം ഇടാം. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഇതിലൊരു എരിവൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്കാവുമ്പോൾ നമ്മളിത് ഒരിത്തിരി തേനൊഴിച്ചാൽ മതി. അങ്ങനെ ഈ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അന്ന് രക്ഷപ്പെട്ട എല്ലാ ആൾക്കാർക്കും നോക്കിയാൽ ഇനി കോവിഡായിരിക്കും. നമ്മൾ നോക്കുന്നില്ല, ഇനി നമുക്ക് നോക്കാൻ വയ്യ. എല്ലാവർക്കും ചുമയും പനിയും തുമ്മലും കഫക്കെട്ടും ഒക്കെയാണ്. അപ്പം നിങ്ങൾ ഇതിങ്ങനെ തിളപ്പിച്ച് ഒരു ഫ്ലാസ്കിനകത്ത് ഒഴിച്ചു വയ്ക്കുക.
അതിനുശേഷം അത് കുറേശ്ശെ ഒരു ദിവസം ഓരോ ഔൺസ് എടുത്ത് കുടിക്കുക. നമ്മുടെ തൊണ്ടയ്ക്കത്തെ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. കുട്ടികൾക്ക് തേനൊഴിച്ച് കുട്ടികൾക്കും കൊടുക്കണം, അല്ലേ പനം കൽക്കണ്ട് വിട്ട് തിളപ്പിക്കണം അവർക്ക്. ഇങ്ങനെ ഇതൊന്ന് ചെയ്തു നോക്കൂ, വളരെ ഔഷധമൂല്യമാണ് കേട്ടോ. എല്ലാവരും ഇത് ചെയ്യണം. ഇതെല്ലാവർക്കും ഇംഗ്ലീഷ് മരുന്നിന് വേണ്ടി പോകണ്ട, ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നവർക്കും ഇത് ചെയ്യാമല്ലോ. അപ്പോൾ ഈ വെള്ളം തിളച്ച് കുറുകി കാണിക്കാമേ. വെള്ളം തിളച്ച് കുറുകുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ ഈ വെല്ലപ്പാവിൽ കുറച്ചൊഴിക്കാം. അതായത് വെല്ലപ്പാവിൽ കുറച്ച് ഇതിലേക്ക് തന്നെ ഒഴിക്കാം. വെല്ലം ഇടുക, എല്ലാവരും അല്ലെ കരിപ്പട്ടി അല്ലെ ശർക്കര ഇടുക. ഇപ്പം ഞാൻ കുറച്ച് വെല്ലം ഒഴിച്ചുള്ളൂ, കാരണം എനിക്ക് എന്തായാലും കഷായമല്ലേ കിടക്കാം, ഒരുപാട് മധുരം പാടില്ലല്ലോ. അതിൻ്റെ കളർ തന്നെ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അടുത്തതായിട്ട് നിങ്ങളെ ഞാൻ ഞെട്ടിച്ചത് ഉപകാരപ്രദമായ ഒരു ഞെട്ടിക്കൽ. ഇഞ്ചിയൊക്കെ വെന്ത് ചേർന്ന് ഇഞ്ചിയും മഞ്ഞളും കരിഞ്ജീരകം, അത് ഞാൻ മറന്നുപോയി. ജീരകം ഇടാം, പക്ഷേ ഞാൻ കരിഞ്ജീരകമാണ് ഒന്നുകൂടെ ഈ കാര്യത്തിന് നല്ലത്. അത് കരിഞ്ജീരകം ഇട്ടു. ഇനി നമുക്കിത് ഒന്ന് ഇത്തിരി കൂടെ ഒന്ന് കുറുകട്ടെ, ഒരു 10 സെക്കൻഡ് കുറുകട്ടെ. അത് കുറുകി കഴിയുമ്പോൾ നമ്മളതിന് ഞാനൊരു വാവട്ടമുള്ള പാത്രം എടുക്കട്ടെ. വാവട്ടമുള്ള പാത്രം എടുക്കുന്നത് എന്തിനാണെന്നറിയാം? ഇത് അരിക്കാൻ സൗകര്യത്തിന് ഇങ്ങനത്തെ പാത്രം എടുക്കുക. ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് പോകും, ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട്. ഇതാ ഈ പാത്രത്തിലേക്ക് ഞാനിത് ഊറ്റുകയാണ്. അടിപൊളിയാണ്. അതിൻ്റെ ചണ്ടിയാണിത്. ഇതും കൂടി വെള്ളം ഒഴിച്ച് വേണം തിളപ്പിക്കാം. നോക്കൂ, ഇതിലേക്ക് ഒഴിക്കാം. ഇങ്ങനൊരു കഷായം നിങ്ങളെല്ലാവരും വെച്ച് കുടിക്കണം കേട്ടോ. നല്ലതാണ്. ചുമ, പനി, ജലദോഷം, കഫക്കെട്ട് ഇതിലെല്ലാം ഉത്തമമാണ്. പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ ഇത്. അപ്പോൾ ഈ കഷായം ഉണ്ടാക്കി നിങ്ങളെല്ലാവരും കുടിക്കണം കേട്ടോ. ഭയങ്കര ചൂടാട്ടോ. ഒരു മധുരം കൂടെ ഒഴിച്ചാൽ പറയണ്ട. അതായത് ഇച്ചിരി മധുരം കൂടെ ഒഴിക്കാം അല്ലേ, കലക്കി വെച്ചിട്ടുണ്ടല്ലേ. കുടിക്കുമ്പോൾ കുടിക്കട്ടെ നന്നായിട്ട്. അപ്പോൾ എല്ലാവരും ഈ കഷായം ഉണ്ടാക്കി കുടിക്കണം. ഇന്നത്തെ എൻ്റെ പ്രഭാത കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. എല്ലാവരും ഇതുണ്ടാക്കി കഴിക്കണം കേട്ടോ.